ഹലോ ഫ്രണ്ട്സ്, ശുഭകരമായ ചിന്തയിൽ അധിഷ്ഠിതമായ വ്യക്തിത്വം വളർത്തിയെടുക്കുവാൻ 25 ചുവടുവെപ്പുകൾ. ഈ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ് ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ പാർട്ട് 2 ആണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ 6ാമത്തെ ഭാഗം. കുറച്ച് കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു. വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അത് കാണുക. പുഞ്ചിരിക്കൂ, കനിവ് കാണിക്കൂ. പുഞ്ചിരിക്ക് പണച്ചിലവില്ല, പക്ഷേ അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. അത് നൽകുന്നവരെ ദരിദ്രരാക്കാതെ സ്വീകരിക്കുന്നവരെ ധനികരാക്കുന്നു. ഒരു നിമിഷം മാത്രം നീണ്ടു നിൽക്കുന്ന പുഞ്ചിരിയുടെ ഓർമ്മ അനശ്വരമായിരിക്കും. ഒരു പുഞ്ചിരിയുടെ സ്വാധീനം അവഗണിക്കാൻ ഒരു ധനികനും സാധ്യമല്ല. അതിൻ്റെ ഗുണം ലഭിക്കാത്ത ഒരു ദരിദ്രനുമില്ല. ഗൃഹാന്തരീക്ഷത്തിൽ സന്തോഷവും വ്യാപാര രംഗത്ത് സൗമ്യസവും സൃഷ്ടിക്കുന്ന പുഞ്ചിരി സൗഹൃദ ബന്ധങ്ങളുടെ മുഖമുദ്രയാണ്. അത് ക്ഷീണിതൻ്റെ തളർച്ച മാറ്റുന്നു. നിരുത്സാഹികൾ പകൽ വെളിച്ചവും വ്യാകുല ചിത്തർക്ക് സൂര്യപ്രകാശവും നൽകുന്നു. ക്ലേശങ്ങൾക്ക് പ്രകൃതിയുടെ ഉത്തമമായ മറുമരുന്നാണ് പുഞ്ചിരി. പക്ഷേ അത് യാചിച്ചോ വിലക്ക് വാങ്ങിയോ കടം വാങ്ങിയോ മോഷ്ടിച്ചോ നേടാനാവില്ല. ആത്മാർത്ഥമായി ഒരാൾ നൽകുമ്പോഴാണ് അതിൻ്റെ മൂല്യം അനുഭവപ്പെടുന്നത്. പലപ്പോഴും നിങ്ങളുടെ പരിചയക്കാർ ഒരു പുഞ്ചിരി നൽകുവാൻ കഴിയാത്തവണ്ണം ക്ഷീണിതരായിരിക്കും. അവർക്ക് നിങ്ങളൊരു പുഞ്ചിരി സമ്മാനിക്കൂ. ഒരു പുഞ്ചിരി നൽകാൻ കഴിയാത്തവർക്കാണ് അത് ലഭിക്കേണ്ടത്. സന്തോഷം നന്മയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പുഞ്ചിരി കപടമോ യാഥാർത്ഥ്യമോ ആകാം. ആത്മാർത്ഥമായ പുഞ്ചിരിയാണ് നമുക്ക് ആവശ്യം. ദുർമുഖം പ്രകടിപ്പിക്കുവാൻ കൂടുതൽ മാംസപേശികളുടെ അധ്വാനം ആവശ്യമാണ്. പക്ഷെ ഒരു പുഞ്ചിരി അനായാസം നൽകുവാൻ കഴിയുമല്ലോ. ദുർമുഖം പ്രകടിപ്പിക്കുന്നവനെ ആർക്കാണ് ഇഷ്ടപ്പെടുക? പുഞ്ചിരി സാംക്രമികമാണ്. നിങ്ങളുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാനുള്ള ചിലവ് കുറഞ്ഞൊരു മാർഗം കൂടിയാണത്. പുഞ്ചിരിക്കുന്ന മുഖം എപ്പോഴും സ്വാഗതാർഹമാണ്. ഇനി 7ാമത്തെ ചുവടുവെപ്പ് എന്താണെന്ന് നോക്കാം. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ ക്രിയാത്മകമായ രീതിയിൽ വ്യാഖ്യാനിക്കുക. മറ്റുള്ളവരുടെ പ്രവൃത്തികളെ നിഷേധാത്മകമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് മനുഷ്യരുടെ നൈസർഗികമായ ശീലമാണ്. ചിലർ അനാരോഗ്യകരമായ മാനസികാവസ്ഥയ്ക്ക് അടിമപ്പെടുന്നു. ലോകം തങ്ങൾക്കെതിരാണെന്ന് ഇവർ കരുതുന്നു. ക്രിയാത്മകമായ ധാരണകളോടെ മുന്നോട്ടു പോയാൽ ആകർഷകമായ വ്യക്തിത്വവും മികച്ച ബന്ധങ്ങളും വളർത്തിയെടുക്കാനാവും. ഉദാഹരണമായി, ഒരാൾക്ക് ടെലിഫോൺ സന്ദേശം നൽകിയ ശേഷം നാം മറുപടിക്കായി കാത്തിരിക്കുന്നു. മറുപടി ലഭിക്കാത്തിടത്തോളം അയാൾ എന്നെ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചില്ല, അയാൾ എന്നെ അവഗണിച്ചു എന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? തിരിച്ചാണല്ലേ. കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ശ്രമിച്ചെങ്കിലും അയാൾക്ക് നിങ്ങളുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം. അയാൾ നൽകിയ സന്ദേശം നമുക്ക് ലഭിച്ചിട്ടില്ലായിരിക്കാം. അയാൾ എന്തെങ്കിലും വിപത്ഘട്ടങ്ങളെ നേരിട്ടിരിക്കാം. പക്ഷേ നമ്മൾ ചിന്തിക്കുക, അയാൾ നാം വിളിച്ചിട്ട് എടുത്തില്ല, എന്നോട് എന്തോ വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് കളയും. നമ്മുടെ സന്ദേശം ലഭിച്ചിരിക്കാനിടയില്ല. ഇങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവാം. സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി ക്രിയാത്മകമായ രീതിയിൽ ബന്ധം പുനഃസ്ഥാപിക്കുകയാണ് അഭികാമ്യം. ഇനി അടുത്ത ചുവടുവെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ശ്രേതാവാകുക. സംഭാഷണ കല മരിക്കുകയാണെന്ന് നാം കേൾക്കാറുണ്ട്. ഒരു നല്ല ശ്രേതാവും ഒരു അപൂർവ വസ്തുവായി മാറുകയാണ്. മറ്റുള്ളവർ നിങ്ങൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അവർ കേൾക്കുന്നതിലധികം സംസാരിക്കുന്നു. നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യത്തോട് തന്നെ വിയോജിക്കുന്നു. ഓരോ ഘട്ടത്തിലും നിങ്ങളെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന വാചകങ്ങൾ അവർ അക്ഷമയോടെ പൂർത്തിയാക്കുന്നു. അവരുടെ ശാരീരികമായ സാന്നിധ്യമുണ്ടെങ്കിലും മാനസികമായി അവർ അകലെയാണ്. പറയുന്നത് കേട്ടാലും അവർ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ആവർത്തിക്കേണ്ടതായി വരുന്നു. അവർ വസ്തുതകൾക്ക് നിരക്കാത്ത അനുമാനങ്ങളിൽ എത്തിച്ചേരുന്നു. അവർ അസ്വസ്ഥരും ശ്രദ്ധ വ്യതിചലിച്ചവരുമാകുന്നു. നിങ്ങൾ പറയുന്നത് അവർ തെല്ലും ശ്രദ്ധിച്ചിരുന്നില്ലെന്ന് വ്യക്തമാകുന്നു. ഇതൊക്കെ താല്പര്യമില്ലായ്മയും ഉപചാരശീലത്തിൻ്റെ അഭാവം പ്രകടിപ്പിക്കുന്നു. മറ്റുള്ളവർ നാം പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ സംജാതമാകുന്ന അവസ്ഥയെയാണ് താഴെ പറയുന്ന വാക്കുകൾ സൂചിപ്പിക്കുന്നത്. 1. അവഗണിക്കപ്പെട്ടു എന്ന് തോന്നൽ വരും. കുണ്ഠിതപ്പെട്ടു എന്ന് വരും. കൈവിട്ടു എന്ന് വരും. തൻ്റെ പ്രാധാന്യം കുറഞ്ഞു എന്ന തോന്നൽ. അല്പനാണെന്ന തോന്നൽ. തന്നെ ശ്രദ്ധിച്ചില്ലെന്ന തോന്നൽ. വിലയിടിക്കപ്പെട്ടു എന്ന തോന്നൽ. അസഹ്യത. വിഡ്ഢിയാണെന്ന് തോന്നൽ. നിലവാരം കുറഞ്ഞവൻ. വല്ലായ്മ. നിരുത്സാഹം. നിരാശ. മറ്റുള്ളവർ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അവർ ആശ്വാസജനകമായ പെരുമാറ്റം കാഴ്ചവെക്കുന്നു. പൂർണ്ണ ശ്രദ്ധയോടെ നിങ്ങൾ പറയുന്നത് കേൾക്കും. പ്രസക്തവും യുക്തിപൂർവവുമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങളുടെ വിഷയത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഇപ്രകാരം സംഭവിക്കുമ്പോൾ താഴെ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ മാനസിക നില സൂചിപ്പിക്കുന്നു. ഏതൊക്കെയാണ് ആ വാക്കുകളെന്ന് നോക്കാം. 1. പ്രാധാന്യം. 2. സന്തോഷം. 3. സംതൃപ്തി.
ഉപയോഗപ്രദം, പരിഗണിക്കപ്പെട്ടു എന്നുള്ള തോന്നൽ, നന്മ, ഉത്സാഹം വരും. വിലമതിക്കപ്പെട്ടു എന്ന തോന്നൽ, പ്രോത്സാഹനം ലഭിക്കുന്നു, പ്രചോദനം കിട്ടുന്നു. ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള തടസ്സങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന് ബാഹ്യമായ തടസ്സങ്ങളുണ്ട്, രണ്ട് ആന്തരികമായ തടസ്സങ്ങൾ. അതിൽ ബാഹ്യമായ തടസ്സങ്ങൾ എന്ന് പറയുന്നത് ഭൗതികമായ ഘടകങ്ങൾ, ശബ്ദം, പിന്നെ അതുപോലെ ക്ഷീണം, മുൻവിധിയോടെ മനുഷ്യരെ വിലയിരുത്തുന്ന സ്വഭാവം, ഇതൊക്കെ ബാഹ്യമായ തടസ്സങ്ങളാണ്. പിന്നെ ആന്തരികമായ തടസ്സങ്ങൾ എന്ന് പറയുന്നത് ശ്രദ്ധ പതറിപ്പോകൽ, കൃത്യാന്തര ബാഹുല്യം, മനസ്സ് മറ്റെവിടെയോ ആയ അവസ്ഥ, വിഷയത്തിലും അവതാരകനിലും താല്പര്യമില്ലായ്മ. ഇതൊക്കെ ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തടസ്സങ്ങളാണ്. മറ്റുള്ളവർ നമ്മെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില തടസ്സങ്ങൾ. ഭാഷ, ധാരണാശക്തി എന്നിവയിലെ വ്യത്യാസങ്ങൾ ഭൗതികമായ തടസ്സങ്ങൾക്ക് വഴിയൊരുക്കാം. നല്ലൊരു ശ്രോതാവിനെ പ്രാസംഗികന് പ്രചോദനം നൽകാൻ കഴിയും. ശ്രദ്ധിച്ചു കേൾക്കുന്നത് പരിഗണനാ മനോഭാവത്തിൻ്റെ ലക്ഷണമാണ്. ഇത് ഒരു വ്യക്തിക്ക് സ്വയം മതിപ്പ് തോന്നുവാൻ സഹായകമാവുന്നു. മതിപ്പ് തോന്നുമ്പോൾ കൂടുതൽ പ്രചോദനവും ആശയങ്ങൾ സ്വീകരിക്കുവാനുള്ള മനോഭാവം ഉണ്ടാക്കുന്നു. ഒരു തുറന്ന ഹൃദയത്തിൻ്റെ വിശ്വസനീയമായ അടയാളം തുറന്ന ചെവി മാത്രമാണ്. ഒരു നല്ല ശ്രോതാവാകാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സംസാരിക്കുന്ന വ്യക്തിക്ക് ഉത്സാഹം പകരുക. ചോദ്യങ്ങൾ ചോദിക്കുക, അത് നിങ്ങളുടെ താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഇടയ്ക്ക് തടസ്സപ്പെടുത്താതിരിക്കുക, വിഷയം മാറ്റാതിരിക്കുക. ബഹുമാനവും ധാരണയും പ്രകടിപ്പിക്കുക. ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മനസ്സ് പതറുന്നത് തടയുക. തന്മയീഭാവം വളർത്തുക. തുറന്ന മനസ്സോടെ ഇരിക്കുക. മുൻവിധികളുടെ സ്വാധീനം ഒഴിവാക്കുക. ലഭിക്കുന്ന സന്ദേശത്തിന് പ്രാധാന്യം നൽകുക. ശരീരഭാഷ തിരിച്ചറിയുക. മുഖഭാവം, കണ്ണുകളുടെ സമ്പർക്കം, ഇവയുടെ പ്രസക്തി മനസ്സിലാക്കുക. വാക്കുകൾക്ക് പിന്നിലെ വികാരം മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു നല്ല ശ്രോതാവാകാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചുവടുവെപ്പ് എന്ന് പറയുന്നത് ഉത്സാഹഭരിതനായിരിക്കുക. ഉത്സാഹത്തിൻ്റെ അഭാവത്തിൽ മഹത്തായ കാര്യങ്ങളൊന്നും നേടാനാവില്ല. നമുക്കെപ്പോഴും ഉത്സാഹം ഉണ്ടായിരിക്കണം. എന്തിനും ഉത്സാഹവും വിജയവും കൈകോർത്തു പോകുന്നു. പക്ഷേ ഉത്സാഹമാണ് മുൻപേ നടക്കുന്നത്. ഉത്സാഹം അമൂല്യമാണ്. അത് ആത്മവിശ്വാസം ഉളവാക്കുകയും മനോവീര്യം ഉയർത്തുകയും വിശ്വസ്തത വളർത്തുകയും ചെയ്യുന്നു. അത് സാംക്രമികമാണ്. ഒരു വ്യക്തി സംസാരിക്കുന്നതിലും നടക്കുന്നതിലും കൈകുലുക്കി അഭിവാദ്യം ചെയ്യുന്നതിലും ഉത്സാഹം പ്രകടമാക്കുന്നു. സ്വന്തമായി പരിശീലിക്കാവുന്ന ഒരു ശീലമാണ് ഉത്സാഹം. $10 ലക്ഷം ഒരു വർഷത്തിൽ ശമ്പളമായി ലഭിച്ചിരുന്ന ചാൾസ് ഷ്വബിനോട് ഉരുക്കു നിർമ്മാണത്തിലുള്ള മികച്ച കഴിവിനാണോ ഇത്രയും വലിയ ശമ്പളം ലഭിക്കുന്നതെന്ന് ചോദിക്കുകയുണ്ടായി. ചാൾസ് ഷ്വബിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: ആളുകളെ ഉത്സാഹഭരിതരാക്കാനുള്ള എൻ്റെ കഴിവിനെയാണ് ഞാൻ ഏറ്റവും വിലമതിക്കുന്നത്. പ്രോത്സാഹനവും അഭിനന്ദനവും ലഭിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പ്രാഗൽഭ്യം വെളിപ്പെടുന്നത്. ജീവനുള്ളപ്പോൾ പൂർണ്ണമായും ജീവിക്കുക. മരണം സംഭവിക്കുന്നതിന് മുൻപ് മരിക്കാതിരിക്കുക. ഉത്സാഹവും ആഗ്രഹവും സാമാന്യത്വത്തെ വൈശിഷ്ട്യത്തിലേക്ക് ഉയർത്തുന്നു. താപനിലയിൽ കേവലം 1 ഡിഗ്രി വ്യത്യാസത്തിലാണ് ജലം നീരാവിയായി മാറുന്നത്. ഈ നീരാവിയാണ് വലിയ എഞ്ചിനുകളെ ചലിപ്പിക്കുന്നത്. ഇതുപോലെയാണ് ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം. അടുത്ത ചുവടുവെപ്പ് എന്ന് പറയുന്നത് സത്യസന്ധവും ആത്മാർത്ഥവുമായ അഭിനന്ദനം നൽകുക. വില്യം ജെയിംസ് എന്ന മനഃശാസ്ത്രജ്ഞൻ ഇങ്ങനെ പറയുന്നു: അഭിനന്ദനം ലഭിക്കുക എന്നത് മനുഷ്യൻ്റെ തീവ്രമായ ആഗ്രഹങ്ങളിലൊന്നാണ്. അവഗണിക്കപ്പെടുന്ന അവസ്ഥ മനുഷ്യന് വേദനാജനകമാണ്. ശരിയല്ലേ? വിലപിടിച്ച രത്നങ്ങൾ യാഥാർത്ഥ്യത്തിൽ വിലയേറിയ സമ്മാനങ്ങളല്ല. മറ്റൊരാൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം അയാൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയമാണ്. ആത്മാർത്ഥമായ അഭിനന്ദനം ഒരു മഹത്തായ സമ്മാനമാണ്. ഇത് ലഭിക്കുമ്പോൾ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ആ വ്യക്തി ബോധവാനാകുകയും കൂടുതൽ പ്രചോദിതമാവുകയും ചെയ്യുന്നു. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ രോഗങ്ങൾ കുഷ്ഠമോ ക്ഷയമോ ഒന്നുമല്ല, ആരാലും പരിഗണിക്കപ്പെടാത്ത അവസ്ഥ തന്നെയാണ്. ഈ അഭിനന്ദനം ഫലപ്രദമാകുവാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1 എന്ന് പറയുന്നത് അഭിനന്ദിക്കുമ്പോൾ ഉദ്ദേശം വ്യക്തമായിരിക്കണം. നിങ്ങൾ ഒരു നല്ല ജോലി ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ അത് അവ്യക്തമാണ്. കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഉപഭോക്താവിനോട് നിങ്ങൾ സമീപിച്ച സമീപന രീതി പ്രശംസനീയമാണെന്ന് പറയുമ്പോൾ നമ്മുടെ അഭിനന്ദനം വ്യക്തമാകുന്നു. 2 എന്ന് പറയുന്നത് അഭിനന്ദനം ഉടനെ നൽകേണ്ടതാണ്. ഇപ്പോൾ ചെയ്ത നല്ല കാര്യത്തിന് 6 മാസത്തിന് ശേഷം അഭിനന്ദിച്ചാൽ അത് ഫലപ്രദമാകില്ല. അത് ആത്മാർത്ഥമായിരിക്കണം, ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കണം. പറയുന്ന വാക്കുകൾക്ക് ശരിയായ അർത്ഥമുണ്ടാകണം. അഭിനന്ദിക്കുമ്പോൾ പക്ഷേ എന്ന വാക്ക് ഉപയോഗിക്കരുത്. ഇത് അഭിനന്ദനത്തിൻ്റെ മാറ്റ് കുറയ്ക്കും. പക്ഷേ എന്നതിന് പകരം ഇത് കൂടാതെ മറ്റൊന്നുകൂടി എന്നാണ് ഉപയോഗിക്കേണ്ടത്. അഭിനന്ദനം നൽകിയ ശേഷം അത് ലഭിച്ച വ്യക്തിയുടെ പ്രതികരണം ശ്രദ്ധിക്കണമെന്നുമില്ല. തിരിച്ച് അഭിനന്ദിക്കുന്നത് പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് അഭിനന്ദനം ലഭിക്കുകയാണെങ്കിൽ ഉപചാരപൂർവ്വം താങ്കൾക്ക് നന്ദി എന്ന് പറഞ്ഞ് സ്വീകരിക്കുക.
ആ ആത്മാർത്ഥതയില്ലാത്ത അഭിനന്ദനത്തേക്കാൾ സത്യസന്ധമായ അവഗണന നേരിടുന്നതാണ് എളുപ്പം. തന്നെപ്പറ്റി മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് എന്താണെന്നെങ്കിലും ആ വ്യക്തിക്ക് മനസ്സിലാകുന്നു. ആത്മാർത്ഥമായി അഭിനന്ദിക്കാനുള്ള ഒരു അവസരവും പാഴാക്കരുത്. ഇത് നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ആത്മാഭിമാനം വർദ്ധിപ്പിക്കാനിടയാക്കും. പരസ്യമായ അഭിനന്ദനം അംഗീകാരമാണ്, സൂക്ഷിക്കുക. വ്യക്തമായ മാനദണ്ഡങ്ങളില്ലാത്ത അഭിനന്ദനം നീരസമുളവാക്കും. എന്താണ് ഈ അഭിനന്ദനവും മുഖസ്തുതിയും തമ്മിലുള്ള വ്യത്യാസം? നോക്കാം. വ്യത്യാസം ആത്മാർത്ഥതയാണ്. ഒന്ന് ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, മറ്റേത് വായിൽ നിന്നും വീഴുന്ന വെറും വാക്കുകളാണ്. ഒന്ന് ആത്മാർത്ഥതയുടെ ലക്ഷണമാണ്, അതിന് ശുദ്ധോദ്ദേശ്യവും ഉണ്ടായിരിക്കും. ആത്മാർത്ഥമായ പ്രശംസ നൽകുന്നതിനേക്കാൾ മുഖസ്തുതി പറയുന്നതാണ് പലർക്കും എളുപ്പം. മുഖസ്തുതി പറയരുത്, മുഖസ്തുതിക്ക് അടിമയാകരുത്. വിഡ്ഢികളുടെ ഇഷ്ടഭോജ്യമാണ് മുഖസ്തുതി. ഇതൊരു പഴയ തത്വചിന്ത എന്നാലും ചിലപ്പോഴൊക്കെ ബുദ്ധിമാന്മാരും ഇത് കനിവോടെ രുചിക്കാറുണ്ട്. ആത്മാർത്ഥതയില്ലാത്ത അഭിനന്ദനം മരുഭൂമിയിലെ മരീചിക പോലെയാണ്. അടുത്തടുത്ത് ചെല്ലുന്തോറും നിങ്ങളുടെ നിരാശത വർദ്ധിക്കുന്നു. ആത്മാർത്ഥത പലരുടെയും കപടനാട്യമാണ്. 11ാമത്തെ ചുവടുവെപ്പ് നോക്കാം. തെറ്റുകൾ സമ്മതിച്ച് മുന്നോട്ട് പോകുക. ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ എനിക്ക് എളുപ്പത്തിൽ തിരുത്താൻ കഴിയട്ടെ. ശരിയാണെങ്കിൽ അതേ രീതിയിൽ ജീവിതം തുടരാനാകട്ടെ. ഇത് മികച്ച ജീവിത ദർശനമാണ്. ചിലർ ജീവിതത്തിൽ നിന്നും പാഠം പഠിക്കുമ്പോൾ മറ്റു ചിലർ അത് കാണുന്നില്ല, അത് ചെയ്യുന്നുമില്ല. തെറ്റുകളിൽ നിന്നും പാഠം പഠിക്കേണ്ടത് തന്നെയാണ് വേണ്ടത്. തെറ്റ് ആവർത്തിക്കുക എന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ ഒഴിവൊഴിവുകൾ പറയുകയോ ചെയ്യരുത്. ചെയ്ത തെറ്റിനെ പറ്റി ഓർത്ത് ദുഃഖിക്കരുത്. തെറ്റ് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക. മാപ്പ് ചോദിക്കുന്നതാണ് ഉചിതം. സ്വയം മാപ്പ് ചോദിക്കുക. അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. കുറ്റം സമ്മതിക്കുന്നത് മറ്റുള്ളവരെ നിരായുധരാക്കും. 12ാമത്തേത് നോക്കാം. ചർച്ച ചെയ്യാം, വാഗ്വാദം ഒഴിവാക്കാം. വാഗ്വാദം ഒഴിവാക്കിയാൽ ഒരുപാട് തലവേദനകൾ ഒഴിവാക്കാം. വാഗ്വാദം ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അത് ജയിക്കാനുള്ള മാർഗമാണ്. വാഗ്വാദം നടത്തി അതിൽ ജയിച്ചു എന്നിരിക്കട്ടെ. നിങ്ങളുടെ ജോലിയോ ഉപഭോക്താവോ സുഹൃത്തോ വിവാഹബന്ധമോ ആയിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ഇതൊരു ശൂന്യമായ വിജയമല്ലേ? വാക്കുതർക്കങ്ങളുടെ ഉറവിടം അർത്ഥശൂന്യമായ പൊങ്ങച്ചമാണ്. വാദപ്രതിവാദത്തിലേർപ്പെടുന്ന രണ്ടു കൂട്ടരും തങ്ങളുടേതായിരിക്കണം അവസാന വാക്കെന്ന് ശാഠ്യം പിടിക്കുന്നു. അനാവശ്യമായ മത്സരങ്ങളാണ് വാഗ്വാദങ്ങൾ. ഇത് വൃഥാ വ്യായാമത്തിലേർപ്പെടുന്നവർ വിഡ്ഢികളാണ്. വാഗ്വാദങ്ങളിൽ വിജയിക്കുന്തോറും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ എണ്ണം കുറയുന്നു. നിലപാട് ശരിയാണെങ്കിലും വാദപ്രതിവാദം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനർത്ഥം ഒരിക്കലും നിങ്ങളൊരു വാദഗതി ഉന്നയിക്കരുത് എന്നല്ല. തന്ത്രപൂർവ്വം സൗമ്യമായ രീതിയിൽ നിങ്ങളുടെ വാദഗതി അവതരിപ്പിക്കുക. ഒരു വാദഗതി 2 പ്രാവശ്യം ഉന്നയിക്കാറില്ല. ഞാൻ പറയുന്നത് തന്നെയാണ് ശരിയെന്ന് ശഠിക്കുന്ന മനസ്സിനെയാണ് ഒരു വാദഗതി ആവർത്തിക്കുന്നത് സൂചിപ്പിക്കുന്നത്. ഉദാഹരണമായി, ചില പാർട്ടികളിൽ മദ്യപിച്ച ശേഷം ചിലർ വളരെ ആധികാരികമായി പറയാറുണ്ട്, നടപ്പ് വർഷത്തെ കയറ്റുമതി $50 ബില്യൺ ഇത് തെറ്റാണെന്നും ശരിയായ സംഖ്യ $45 ബില്യൺ ആണെന്നും നിങ്ങൾക്കറിയാം. നിങ്ങളത് അന്ന് രാവിലെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് വരുന്ന വഴി റേഡിയോയിൽ ഈ വാർത്ത കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വിവരം ശരിയാണെന്ന് തെളിയിക്കാനായി ഒരു ബുള്ളറ്റിൻ നിങ്ങളുടെ കാറിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ലഭിച്ച വിവരമനുസരിച്ച് കയറ്റുമതി തുക $45 ബില്യൺ ആണെന്ന് പറയുന്നു. മറ്റേയാൾ ഇങ്ങനെ പ്രതികരിക്കുന്നു, നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയില്ല, എനിക്ക് കൃത്യമായ വിവരമുണ്ട്, അത് $50 ബില്യൺ തന്നെയാണ്. ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് 4 മാർഗങ്ങൾ സ്വീകരിക്കാം. 1. നിങ്ങളുടെ വാദഗതി വീണ്ടും ഉന്നയിക്കുക. ഒരു വാഗ്വാദത്തിന് തുടക്കം കുറിക്കുക. 2. ഓടിപ്പോയി കാറിൽ നിന്നും ബുള്ളറ്റിൻ എടുത്തുകൊണ്ടുവന്ന് കാണിക്കുക. 3. ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ വാദിക്കാതിരിക്കുക. ഈ പ്രശ്നം ഒഴിവാക്കുക. 4ാമത്തത്. ഈ 3ഉം 4ഉം അഭികാമ്യമായ മാർഗങ്ങളാണ്. അതായത് ചർച്ച ചെയ്യുക, ഒന്നുകിൽ വാദിക്കാതിരിക്കുക, അല്ലെങ്കിൽ പ്രശ്നം ഒഴിവാക്കുക. മഹത്തായ കാര്യങ്ങൾ നേടുവാൻ പക്വത അത്യന്താപേക്ഷിതമാണ്. പക്വതയുള്ള വ്യക്തി നിസാര കാര്യങ്ങൾക്കായി വാദപ്രതിവാദത്തിനു ഒരിക്കലും തുനിയാറില്ല. എന്താണ് വാഗ്വാദവും ചർച്ചയും? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 1. വാഗ്വാദം ശോഭത്തിനിടവരുത്തുന്നു. ചർച്ചയാകട്ടെ വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്നു. ഒന്ന് സങ്കുചിതമായ മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്നു, മറ്റേതാണെങ്കിൽ തുറന്ന മനസ്സിൻ്റെ സൃഷ്ടിയാണ്. വാഗ്വാദം അജ്ഞതയുടെ കൈമാറ്റമാണ്, ചർച്ച അറിവിൻ്റെ കൈമാറ്റമാണ്. വാഗ്വാദം കോപം പ്രകടിപ്പിക്കുന്നു, ചർച്ചകൾ ന്യായവാദത്തിന് വഴിതെളിക്കുന്നു. വാഗ്വാദം അജ്ഞതയുടെ കൈമാറ്റമാണ്, എന്നാൽ ചർച്ച എന്ന് പറയുന്നത് അറിവിൻ്റെ കൈമാറ്റം. വാഗ്വാദം ആര് പറയുന്നതാണ് ശരിയെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നു, ചർച്ച എന്താണ് ശരിയെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു. മുൻവിധി നിറഞ്ഞ മനസ്സിൽ
യുക്തി പകരാൻ ശ്രമിക്കുന്നത് പ്രയോജനരഹിതമാണ്. ഇടുങ്ങിയ മനസ്സും വാചാലതയും അർത്ഥശൂന്യമായ തർക്കങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ചർച്ച നടത്തുമ്പോൾ മറ്റുള്ളവരെ അവരുടെ വാദഗതികൾ തടസ്സമില്ലാതെ അവതരിപ്പിക്കാൻ സഹായിക്കുക. അവർക്ക് പറയാനുള്ളതൊക്കെ പറയട്ടെ, അവർ പറയുന്നത് ഓരോന്നും തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കാതിരിക്കുക. അവരോട് ഉപചാരശീലത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറുക. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള ചില മാർഗ്ഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. 1. ശ്രദ്ധാപൂർവ്വം പ്രശ്നം കേൾക്കുക. എതിർത്ത് സംസാരിക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ തിരിച്ചടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കും. ഒരു ക്ഷമായാചനം പ്രതീക്ഷിക്കാതിരിക്കുക. പലർക്കും ഇത് വിഷമമുള്ള കാര്യമാണ്. നിസ്സാര കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കാതിരിക്കുക. വസ്തുതകൾ ഉചിതമായ രീതിയിൽ അവതരിപ്പിക്കുന്നതോടൊപ്പം അനാവശ്യമായ കാര്യങ്ങൾ പറയാതിരിക്കുന്നതും ചർച്ചയിൽ പ്രധാനമാണ്. കുട്ടികളെ തൻ്റെ ഇടത്തോടെ സംസാരിക്കുവാൻ പഠിപ്പിക്കണം. അതേസമയം എതിർത്ത് സംസാരിക്കുന്ന ശീലം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. മറ്റുള്ളവരിൽ അനിഷ്ടം സൃഷ്ടിക്കാത്ത രീതിയിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കാനാണ് പ്രായപൂർത്തിയായ വ്യക്തികൾ പരിശീലിക്കേണ്ടത്. വാഗ്വാദം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഒരു വ്യക്തി വളർന്നു വന്ന സാഹചര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. ഫലപ്രദമായ ചർച്ചകൾ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം? 1. തുറന്ന മനസ്സോടെ പ്രശ്നങ്ങളെ സമീപിക്കുക. 2. ഒരു വാഗ്വാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാതിരിക്കുക. 3. ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെടുത്താതിരിക്കുക. 4. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയുക. 5. ആവശ്യമുള്ളപ്പോൾ വിശദീകരണം തേടുക. 6. വാക്കുകളിൽ അതിശയോക്തി ഒഴിവാക്കുക. 7. ഉത്സാഹത്തോടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. അമിത ആവേശം ഒഴിവാക്കുക. 8. സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ അപ്രകാരം തന്നെ ചെയ്യുക. നിസ്സാര കാര്യങ്ങളിൽ പിടിവാശി ഒഴിവാക്കുക. പക്ഷേ തത്വങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. അവനവൻ്റെ ചില തത്വങ്ങളുണ്ടാവും, അതിലൊന്നും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. 10. എല്ലായ്പ്പോഴും അന്തസ്സും പ്രതാപവും ഒക്കെ മുറുകെ പിടിക്കാതിരിക്കുക. എല്ലായ്പ്പോഴും അന്തസ്സും പ്രതാപവും ഒക്കെ മുറുകെ പിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. 11. എതിരാളിക്ക് മാന്യമായ രീതിയിൽ പിന്മാറാനുള്ള അവസരം നൽകുക. അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാതിരിക്കുക. 12. വാക്കുകൾ സൗമ്യമായിരിക്കട്ടെ. വാദഗതികൾക്ക് ശക്തി ആവശ്യമാണ്. അറിവില്ലാത്തവരോട് വാദപ്രതിവാദം നടത്തുന്നത് പ്രയോജനരഹിതമാണ്. അവർ യുക്തിരഹിതമായ കാര്യങ്ങൾക്ക് വേണ്ടി വാശിയോടെ വാദിക്കും. എനിക്കങ്ങനെ തോന്നുന്നു, എനിക്ക് തെറ്റുപറ്റിയിരിക്കാം, ഇങ്ങനെയൊക്കെ ചർച്ച സഹായിക്കുന്ന വാചകങ്ങളാണ്. ഈ ചർച്ചയെ സഹായിക്കുന്ന വാചകങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതായത് എനിക്കങ്ങനെ തോന്നുന്നു, എനിക്ക് തെറ്റുപറ്റിയിരിക്കുക എന്നൊക്കെ. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? അല്പം വിശദീകരിക്കാമോ? കുറച്ചുകൂടി സ്പഷ്ടമായി പറയാമോ? ഇങ്ങനെയൊക്കെ ചർച്ചയുടെ പുരോഗതിക്ക് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. എല്ലാ മാർഗങ്ങളും പരാജയപ്പെടുമ്പോൾ യോജിക്കുന്നതാണ് അഭികാമ്യം. എഗ്രി ടു ഡിസ്എഗ്രി. അപ്പോൾ നമ്മൾ 12 ചുവടുവെപ്പുകൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.